വായിക്കാം, എഴുതാം. സ്വപ്നത്തിലെ തത്ത. ഒരിടത്തൊരിടത്ത് വലിയൊരു നഗരത്തിൽ എഴുതാൻ ആഷ്ലി എന്ന കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു. ആഷ്ലിക്ക് മലയാളം അറിയില്ലായിരുന്നു. വീട്ടിൽ അച്ഛനമ്മമാർ മലയാളം സംസാരിക്കുമെങ്കിലും അവൾ സ്കൂളിലും കൂട്ടുകാരുമായും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഒരു ദിവസം രാത്രി ആഷ്ലി ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? അവളുടെ വീടിൻ്റെ ജനലരികിൽ മനോഹരമായ ഒരു തത്തമ്മ വന്നിരിക്കുന്നു. പച്ച നിറമുള്ള ആ തത്തമ്മ അവളെ നോക്കി ചിരിച്ചു. ആഷ്ലി തത്തമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ തത്തമ്മക്ക് അവളുടെ ഭാഷ മനസ്സിലായില്ല. തത്തമ്മ എന്തൊക്കെയോ ചിറകുകൾ അനക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആഷ്ലിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾക്ക് സങ്കടമായി. എനിക്കവൾ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ആഷ്ലി മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് തത്തമ്മയുടെ രൂപം മാറി. അതൊരു വൃദ്ധയായ സ്ത്രീയായി മാറി. അവൾ സ്നേഹത്തോടെ ആഷ്ലിയുടെ അടുത്തേക്ക് വന്നു. മോളെ, ആ വൃദ്ധ പറഞ്ഞു, നിന്റെ മാതൃഭാഷ അറിയാത്തത് കൊണ്ട് എത്ര നല്ല കാര്യങ്ങളാണ് നിനക്ക് നഷ്ടമാകുന്നതെന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ആഷ്ലിക്കൊന്നും മനസ്സിലായി. എന്ത് കാര്യങ്ങൾ? അവൾ ചോദിച്ചു. നിന്റെ മുത്തശ്ശി പറഞ്ഞു തരാൻ കൊതിച്ച കഥകൾ, നിന്റെ നാട്ടിലെ പാട്ടുകൾ, പഴമൊഴികൾ, നിന്റെ പൂർവികരുടെ ചിത്രം, ഇതെല്ലാം നിനക്ക് നഷ്ടമാവുന്നു. ആഷ്ലിക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ വൃദ്ധ പറഞ്ഞു. അത് നിന്റെ പാരമ്പര്യത്തിലേക്കും സംസ്കൃതത്തിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ പുഴ വറ്റിയാൽ നിന്റെ വേരുകൾ ഉണങ്ങിപ്പോകും. ആഷ്ലിക്ക് ഉറക്കമുണർന്ന് മാതൃഭാഷ പഠിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എ എന്താണ്? ആഷ്ലിയുടെ സവിശേഷത എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആഷ്ലിയുടെ സവിശേഷത എന്താണ്? മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. ഇനി അടുത്തത്, തത്തമ്മ ഏത് രൂപത്തിലേക്കാണ് മാറിയത്? വൃദ്ധയായ സ്ത്രീ എന്ന രൂപത്തിലേക്കാണ് മാറിയത്. അടുത്തത്, മാതൃഭാഷയുടെ പ്രത്യേകതയായി കഥയിൽ സൂചിപ്പിക്കുന്നതെന്ത്? പാരമ്പര്യത്തിലേക്കും സംസ്കാരത്തിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പുഴയാണ് മാതൃഭാഷ. അടുത്തത്, മാതൃഭാഷ ഒരു പുഴ പോലെയാണ് മകളെ, ആ പുഴ വറ്റിയാൽ നീ ഇല്ലാതാകും. പ്രസ്താവനയുടെ പൊരുൾ എന്താണ് എന്നാണ്? ജീവിതവും സംസ്കാരവും നിലനിർത്താൻ പുഴ പോലെ തന്നെയാണ് ഭാഷയും സഹായിക്കുന്നത് എന്നാണ് അതിൻ്റെ പൊരുൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ വിശകലനക്കുറിപ്പ് 2A വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. മണ്ണിൽ വേർപ്പു വിധിച്ചവർ തന്നി മണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം, കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു കുരു വളർത്തിയ കിളിമകൾ പാടി. ONV കുറിപ്പെഴുതിയ വരികളാണിത്. മലയാള ഭാഷയുടെ വളർച്ചയെക്കുറിച്ചും എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും കൊളപ്പമണ്ണ പഞ്ചവർണ്ണക്കിളി എന്ന കവിതയിൽ പറയുന്നുണ്ട്. ONV കുറിപ്പിൻ്റെ മലയാളം എന്ന കവിതയിലെ വരികളിലെ വിശകലനം ചെയ്ത് വരിക്കുറിപ്പ് തയ്യാറാക്കുക. ONV കുറിപ്പിൻ്റെ മലയാളം എന്ന കവിതയിൽ മലയാള ഭാഷയുടെ മഹത്വവും വളർച്ചയും കവിയൻ മനോഹരമായി അവതരിപ്പിക്കുന്നു. മണ്ണിൽ വേർപ്പു വിധിച്ചവർ തന്നീണമായി വന്നു എന്ന വരിയിൽ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് പഴയ കവികളും പണ്ഡിതരും നൽകിയ സംഭാവനയെ സൂചിപ്പിക്കുന്നു. അവരുടെ പരിശ്രമം കൊണ്ടാണ് മലയാളം വളർന്നത്. പാട്ടിലും കൊഞ്ചലും കുറുമൊഴികളിലും എന്ന ഭാഗം മലയാള ഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും വ്യക്തമാക്കുന്നു. കുട്ടികളുടെ കൊഞ്ചലിലും പാട്ടുകളിലും കഥകളിലും മലയാള ഭാഷ നിറഞ്ഞു നിൽക്കുന്നു. നെഞ്ചിനൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി എന്ന വരിയിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചു. ഇങ്ങനെ ഈ കവിതയിൽ മലയാള ഭാഷയുടെ വളർച്ചയും മാധുര്യവും മഹത്വവും കവിയൻ വ്യക്തമാക്കുന്നു.
അടുത്തത് വായനക്കുറിപ്പാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ. വായനക്കുറിപ്പ്. തെന്നാലി രാമൻ്റെ സ്വന്തം ഭാഷ എന്ന കഥ വായിച്ചല്ലോ. ആ കഥ ഇഷ്ടമായതിൻ്റെ കാരണം വ്യക്തമാക്കി കഥയുടെ വായനക്കുറിപ്പ് തയ്യാറാക്കുക. തെന്നാലി രാമൻ്റെ സ്വന്തം ഭാഷ എന്ന കഥ വളരെ രസകരവും ആശയപ്രദവുമാണ്. ഈ കഥയിൽ സ്വന്തം ഭാഷയുടെ പ്രാധാന്യമാണ് പറയുന്നത്. ഒരാൾ എത്ര ഭാഷകൾ പഠിച്ചാലും സ്വന്തം മാതൃഭാഷയാണ് അവന് ഏറ്റവും സ്വാഭാവികമായി സംസാരിക്കാൻ കഴിയുന്നത്. തെന്നാലി രാമൻ ഒരു മനുഷ്യൻ്റെ മാതൃഭാഷ കണ്ടെത്താൻ ഒരു തന്ത്രം ഉപയോഗിക്കുന്നു. അപ്രതീക്ഷിതമായി ഭയപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കുന്നു. അതിലൂടെ അവൻ്റെ യഥാർത്ഥ ഭാഷ കണ്ടെത്താൻ സാധിക്കുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മാതൃഭാഷ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. അതുകൊണ്ട് ഈ കഥ എനിക്ക് വളരെ ഇഷ്ടമായി. അടുത്തത് മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അറിവിനെ അനുഭൂതിയാക്കാൻ കഴിയുന്നത് മാതൃഭാഷയിലാണ്. മാതൃഭാഷയിലൂടെയാണ് ഏറ്റവും നന്നായി ഭാവന ചെയ്യാൻ കഴിയുന്നത്. മാതൃഭാഷ നിരന്തരം ഉപയോഗിച്ചില്ലെങ്കിൽ മറന്നുപോകും. മാതൃഭാഷ കൂടുതലും ഉപയോഗിക്കുന്നത് എഴുത്തിനാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 1ഉം 2ഉം ശരിയാണ് അല്ലേ? മാതൃഭാഷ നിരന്തരം ഉപയോഗിച്ചില്ലേ മറന്നൊന്നും പോകൂല. അതുപോലെ തന്നെ മാതൃഭാഷയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് എഴുത്തിനാണെന്ന് പറയുന്നതും തെറ്റാണ്. അപ്പം ഇതിൽ 1ഉം 2ഉം എന്താണ് ശരിയാണെന്നാണ് പറയുന്നത്. അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്ന പദസമൂഹത്തിൽ ഉചിതമായത് കണ്ടെത്തുക. കവുങ്ങ്, പാക്ക്, പാള, ഊഞ്ഞാൽ. അടുത്തത് ഓണം, കോടി, പൂക്കളം, മാവേലി. അടുത്തത് ഗ്രാമം, നടവഴി, പാടം, നാട്ടുകാർ. അടുത്തത് വയൽ, ഞാറ്, കതിര്, പന്തുകളി. ഇതിൽ ഉചിതമായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഉചിതമായിട്ടുള്ളത് ഏതാണ്? ഇതിൽ 2ഉം 3ഉം ഉചിതമാണ് അല്ലേ? കാരണം എന്താണ്? ഓണം, കോടി, പൂക്കളം, മാവേലി ഉചിതമാണ്. ഗ്രാമം എടുക്കുകയാണെങ്കിൽ നടവഴി, പാടം, നാട്ടുകാർ ഇതൊക്കെ എന്താണ്? ഉചിതമാണ്. പക്ഷേ വയലെടുക്കുന്ന സമയത്ത് നാറ്, കതിര്, പന്തുകളി ഉണ്ട്, അത് ഉചിതമല്ല. അടുത്തത് കവുങ്ങ് എടുക്കുകയാണെങ്കിൽ പാക്ക്, പാള, ഊഞ്ഞാൽ. കവുങ്ങിൽ ആരെങ്കിലും ഊഞ്ഞാൽ കെട്ടലുണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. അടുത്തത് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. വിദ്യാലയത്തിലെ ഭാഷാ ക്ലബിൻ്റെ ഭാഗമായി നാട്ടിലെ പ്രാദേശിക സ്വഭാവമുള്ള വാക്കുകൾ ശേഖരിച്ച് കുട്ടികൾ ഒരു പ്രാദേശിക നിഘണ്ടു തയ്യാറാക്കി. നിഘണ്ടുവിൻ്റെ പ്രകാശനം പരിസ്ഥിതി പ്രവർത്തകയായ ശ്രീമതി ഇന്ദുലേഖ നിർവഹിക്കും. ഈ വിവരം കുട്ടികളെ അറിയിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക. തലക്കെട്ട്, പോസ്റ്റർ, വാചകം, തീയതി, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലെന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത് ഇവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങളൊരു പോസ്റ്റർ രൂപത്തിലേക്ക് വരച്ചാൽ മതി. തലക്കെട്ട്, പ്രാദേശിക നിഘണ്ടു പ്രകാശനം. അതിലെന്തൊക്കെ എഴുതണം? വിദ്യാലയത്തിലെ ഭാഷാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നാട്ടിലെ പ്രാദേശിക സ്വഭാവമുള്ള വാക്കുകൾ ശേഖരിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പ്രാദേശിക നിഘണ്ടു പ്രകാശനം ചെയ്യുന്നു. ഈ ചടങ്ങ് പരിസ്ഥിതി പ്രവർത്തകയായ ശ്രീമതി ഇന്ദുലേഖ നിർവഹിക്കുന്നു. എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. തീയതി 20/7/2025. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? പുസ്തകത്തിൻ്റെ, ഇലേൻ്റെ, മരത്തിൻ്റെ ഒക്കെ ചിത്രം അവിടെ വരക്കണം. ഓക്കെ അല്ലേ?